വിശദാംശങ്ങളുമായി സന്ധ്യ നമ്മോടൊപ്പം. സന്ധ്യ, സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്താതെ ഉള്ള ഒരു നയപരിപാടി തന്നെയായിരിക്കും ബിജെപിയുടേത് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഏത് തരത്തിലുള്ള സമീപനമാണ് ബിജെപി ഈ തെരഞ്ഞെടുപ്പിൽ എടുക്കുക എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ? അജിത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ഇന്നത്തെ ചർച്ച മുഖ്യമായും നടക്കുക. അല്പം മുമ്പ് സംസ്ഥാന നേതൃയോഗം തുടങ്ങിക്കഴിഞ്ഞു. സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ 3 മണ്ഡലങ്ങളിലും ബിജെപിയുടെ അവസ്ഥ ദുർബലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതില്ല എന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചൊരു ധാരണ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാവും എന്നുള്ളൊരു സൂചനയാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. എന്നാൽ ഒരുപക്ഷെ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ലെങ്കിൽ വോട്ടർമാരുടെ മനസാക്ഷി വോട്ടിന് വിടുകയാണെങ്കിൽ ഒരുപക്ഷെ വോട്ട് കച്ചവടം ബിജെപി നടത്തി എന്നുള്ള ആരോപണം കേൾക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ 3 മണ്ഡലങ്ങളിലും നിർത്തണം എന്ന ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു സമവായം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. അല്പസമയത്തിനകം 4 മണിയോടുകൂടി തന്നെ 4:30 തന്നെ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം സംസ്ഥാന പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്നുള്ളൊരു സൂചനയാണ് ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബിജെപി സംസ്ഥാന സമിതിയുടെ കാലാവധി അവസാനിക്കാൻ പോവുകയാണ്. 1.5 മാസം കൂടി മാത്രമേ സംസ്ഥാന സമിതിക്ക് ഇനി കാലാവധിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പുകളുടെ തോൽവിയുടെ ഒരു ഉത്തരവാദിത്തം പേറിക്കൊണ്ട് സ്ഥാനം ഒഴിയേണ്ടതില്ല എന്നുള്ള ഒരു അഭിപ്രായം ഭൂരിപക്ഷം അംഗങ്ങൾക്കിടയിലുമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഉള്ള ഒരു ചർച്ചയാണ് പ്രധാനമായും നടക്കുന്നത്. ഇക്കാര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ അതാത് മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ജില്ലാ പ്രസിഡന്റുമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്. അജിത്. നന്ദി സന്ധ്യ. തെരഞ്ഞെടുപ്പിൽ പിന്തുണ തേടി LDF സ്ഥാനാർത്ഥി MV ജയരാജൻ കണ്ണൂർ ബിഷപ്പ് ഹൌസിലെത്തി. രാവിലെ പ്രവർത്തകർക്കൊപ്പമാണ് ജയരാജൻ രൂപതാ ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിനെ കണ്ടത്. LDFന്റെ ആലപ്പുഴ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം മുനിസിപ്പൽ മൈതാനത്താണ് കൺവെൻഷൻ. ആലപ്പുഴയിൽ 4 തെരഞ്ഞെടുപ്പുകളായി പരാജയം ഏറ്റുവാങ്ങുന്ന LDF ഇക്കുറി G കൃഷ്ണപ്രസാദിലൂടെ വിജയം നേടാമെന്ന പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ അവരുടെ നേരെ വന്ന് ആഞ്ഞടിക്കുന്ന ഇത്തരം സംഭവങ്ങൾ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഈ വിജയസാധ്യതയ്ക്ക് വളരെയേറെ തിളക്കം കൂട്ടുന്നതാണ്. തെരഞ്ഞെടുപ്പ് രംഗം ഉഷാറാക്കിക്കൊണ്ട് ആലപ്പുഴ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. CPI സംസ്ഥാന സെക്രട്ടറി വെളിയം ഭാർഗവൻ, മന്ത്രിമാരായ തോമസ് ഐസക്, G സുധാകരൻ തുടങ്ങിയവരും കൺവെൻഷനിൽ സംസാരിക്കും. വിപുലമായ പ്രചാരണ പരിപാടികൾക്കാണ് LDF രൂപം കൊടുത്തിരിക്കുന്നത്. മേഖലാ കൺവെൻഷനുകൾ 15-ന് നടക്കും. മൊത്തം 8 കൺവെൻഷനുകളാണ് ഉള്ളത്. ബൂത്ത് കൺവെൻഷനുകൾ 16, 17 തീയതികളിലായാണ് നടക്കുന്നത്. സമ്മർദ്ദങ്ങളും എതിർപ്പുകളും കൂടാതെ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചത് LDFന് പ്രചാരണത്തിൽ മുൻതൂക്കം നൽകിയിട്ടുണ്ട്. CPM-ഉം CPI-യും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ ആലപ്പുഴ മണ്ഡലത്തിൽ ചെങ്കൊടി പാറിക്കാമെന്നാണ് ഇടതുപക്ഷ മനസ്സുകൾ പറയുന്നത്. ഐപ്പുവള്ളികാടൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ. 3 സംസ്ഥാനങ്ങളിൽ പോളിംഗ് പുരോഗമിക്കുന്നു. മഹാരാഷ്ട്ര, ഹരിയാന, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ 288 സീറ്റുകളിലേക്കും ഹരിയാനയിൽ 90 സീറ്റുകളിലേക്കും അരുണാചൽ പ്രദേശിലെ 60 സീറ്റുകളിൽ 57 എണ്ണത്തിലേക്കുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളിലാണ് 3 സംസ്ഥാനങ്ങളിലും വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. പോളിംഗ് മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത്. 5 മണിക്കൂറിനുള്ളിൽ 18% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. വിശദാംശങ്ങളുമായി ഹരിയാനയിൽ നിന്നും ദീജു സുദാസ് നമ്മോടൊപ്പം. ഖൈതൽ മണ്ഡലത്തിലുണ്ടായ സംഘർഷത്തിൽ ഒരു പോളിംഗ് ഏജന്റ് മരിച്ചു എന്നാണ് പുതിയ വിവരം. ദീജു, എങ്ങനെ പുരോഗമിക്കുന്നു ഹരിയാനയിൽ വോട്ടെടുപ്പ്? അജിത്, രാവിലെ പൊതുവെ മന്ദഗതിയിലാണ് ഹരിയാനയിൽ എല്ലാ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് തുടങ്ങിയത്. എന്നാൽ ഉച്ചയായതോടുകൂടി
കനത്ത രീതിയിലുള്ള പോളിംഗ് തന്നെ മണ്ഡലങ്ങളിൽ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. എല്ലാ പോളിംഗ് ബൂത്തുകളിലേക്കും നല്ല രീതിയിൽ, പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിൽ നല്ല രീതിയിൽ തന്നെ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നുണ്ട്. പല പോളിംഗ് ബൂത്തുകളിലും നീണ്ട ക്യൂവും ഇപ്പോൾ രൂപപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ വരെ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം 43% പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തി കഴിഞ്ഞു. തീർച്ചയായും ഹരിയാനയിൽ എല്ലാ തവണയും മികച്ച പോളിംഗ് നടക്കുന്ന സംസ്ഥാനമാണ്. 65 മുതൽ 70% വരെ പോളിംഗ് എല്ലാ തവണയും നടക്കാറുണ്ട്. അതേപോലെ പോളിംഗ് നിലവാരത്തിലേക്ക് ഇത്തവണയും എത്തിച്ചേരുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. കാരണം ഇനിയുള്ള 2 മണിക്കൂറുകൾ അവസാന മണിക്കൂർ നല്ല ശക്തമായ പോളിംഗ് നടക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം എല്ലാ പോളിംഗ് ബൂത്തുകളിലും നല്ല ക്യൂ ഉണ്ട്. കാര്യമായ അനിഷ്ട സംഭവങ്ങൾ കൂടുതലായൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഖൈതൽ മണ്ഡലത്തിലെ ഒരു പോളിംഗ് ബൂത്തിൽ ഏജന്റുമാർ തമ്മിൽ സംഘർഷമുണ്ടാവുകയും ഇതിൽ ഒരു ഏജന്റ് കൊല്ലപ്പെടുകയുമാണ് ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റു 2 പോളിംഗ് ഏജന്റുമാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മറ്റു ചില മണ്ഡലങ്ങളിലും പോളിംഗ് ബൂത്തുകളിൽ ചില്ലറ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായതൊഴിച്ചാൽ പൊതുവെ സമാധാനപരമാണ് വോട്ടെടുപ്പ്. എന്തായാലും കോൺഗ്രസ് പൂർണ്ണ പ്രതീക്ഷയിൽ തന്നെയാണ്. മടങ്ങിയെത്താൻ കഴിയും, വീണ്ടും ഒരിക്കൽ കൂടി വിജയം നേടാൻ കഴിയുമെന്നുള്ള പൂർണ്ണ പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ ഉള്ളത്. അജിത്. നന്ദി ദീജു. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒട്ടേറെ മലയാളികളും വോട്ട് രേഖപ്പെടുത്തി. പലയിടത്തും മലയാളി വോട്ടർമാർ ഒരുമിച്ചായിരുന്നു പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയത്. ഇത് സ്ഥലം കേരളമല്ല, ഹരിയാനയിലെ ഫരീദാബാദാണ്. പക്ഷെ പോളിംഗ് ബൂത്തിലെത്തിയപ്പോൾ കേരളത്തിന്റെ ഒരു പ്രതീതി. വോട്ട് ചെയ്യാൻ ബൂത്തിന് മുന്നിൽ നിൽക്കുന്നതിൽ മലയാളികളുടെ നല്ലൊരു നിര. ഹരിയാന ദില്ലി അതിർത്തിയിലുള്ള ഫരീദാബാദ് മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. ഫരീദാബാദിൽ മന്ദഗതിയിലാണ് വോട്ടെടുപ്പ് തുടങ്ങിയതെങ്കിലും നാട്ടിലെ ഓർമ്മ പുതുക്കിക്കൊണ്ട് രാവിലെ തന്നെ മലയാളി സമൂഹം വോട്ട് ചെയ്യാനെത്തി. ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല, മലയാളികൾ ഒരുമിച്ചായിരുന്നു പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. ഇവിടെ 90% ഒരു പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. 10% ആൾക്കാരെ കാണത്തുള്ളൂ വേറെ പാർട്ടിക്ക് മലയാളിയുടെ കൂട്ടത്തിൽ. കന്നി വോട്ട് ചെയ്യേണ്ടി വരുന്നത് അന്യനാട്ടിലാണെങ്കിലും ആവേശം ഒട്ടും കുറയാതെ എത്തിയ പുത്തൻ വോട്ടർമാരുമുണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ. ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നതിന്റെ സന്തോഷമുണ്ട്. നാട്ടിലെ ഹർത്താൽ ആഘോഷത്തിലും മറ്റാഘോഷങ്ങളിലുമൊന്നും പങ്കെടുക്കാൻ കഴിയാത്തതുകൊണ്ടാകാം പുരുഷന്മാർ കേരളീയ തനിമയിൽ മുണ്ടുടുത്തും സ്ത്രീകൾ പലരും സെറ്റ് സാരിയുടുത്തുമാണ് വോട്ടെടുപ്പ് ആഘോഷമാക്കിയത്. ഫരീദാബാദിൽ നിന്നും ക്യാമറാമാൻ വടിവേലുവിനൊപ്പം ദിജു ശിവദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അശോക് ചവാൻ, ശിവസേന നേതാവ് ബാൽ താക്കറെ, കേന്ദ്രമന്ത്രിമാരായ വിലാസ് റാവു ദേശ്മുഖ്, ശരത് പവാർ, മകൾ സുപ്രിയ സുലെയും, പ്രിയാദത്ത് MP, MNS നേതാവ് രാജ് താക്കറെ തുടങ്ങിയവർ രാവിലെ തന്നെ മഹാരാഷ്ട്രയിൽ വോട്ട് രേഖപ്പെടുത്തി. ഗവർണർ SC ജാമീർ, മുഖ്യമന്ത്രി അശോക് ചവാൻ, കേന്ദ്രമന്ത്രി വിലാസ് റാവു ദേശ്മുഖ്, NCP അധ്യക്ഷൻ ശരത് പവാർ, സച്ചിൻ തെണ്ടുൽക്കർ, അനിൽ അംബാനി എന്നിവർ വോട്ടെടുപ്പ് തുടങ്ങിയപ്പോൾ തന്നെ പോളിംഗ് ബൂത്തിലെത്തിയ പ്രമുഖരിൽ ഉൾപ്പെടുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ബാൽ താക്കറെ കേർവാഡിയിലെ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്തു. മകൻ ഉദ്ധവ് താക്കറെയ്ക്കും കുടുംബത്തിനുമൊപ്പമാണ് ബാൽ താക്കറെ എത്തിയത്. സിദ്ധിവിനായക് ക്ഷേത്രത്തിൽ പൂജ നടത്തിയ ശേഷമാണ് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന അധ്യക്ഷൻ രാജ് താക്കറെ മാഹിമിലെത്തി വോട്ട് ചെയ്തത്. ഭാര്യയും ഒപ്പമുണ്ടായിരുന്നു. മകൾ സുപ്രിയ സുലെയ്ക്കൊപ്പം ബാരാമതിയിലാണ് ശരത് പവാർ വോട്ട് രേഖപ്പെടുത്തിയത്. രാവിലെ വ്യായാമത്തിനായി ഓടാനിറങ്ങിയപ്പോഴാണ് അനിൽ അംബാനി കൊളാബയിൽ വോട്ട് ചെയ്തത്. ആദ്യമായി ജനവിധി തേടുന്ന BJPയുടെ പൂനം മഹാജൻ രാവിലെ വർളിയിൽ വോട്ട് ചെയ്തു. ബാന്ദ്രയിലാണ് സച്ചിൻ തെണ്ടുൽക്കർ വോട്ട് ചെയ്തത്. രാവിലെ പോളിംഗ് ബൂത്തിലെത്തിയ ചെറുപ്പക്കാരുടെ എണ്ണം വളരെ കുറവാണെങ്കിൽ പ്രായാധിക്യം വകവയ്ക്കാതെ ജനാധിപത്യം നൽകിയ അവകാശം വിനിയോഗിക്കാനെത്തിയ മുതിർന്ന പൌരന്മാർ മുംബൈ നഗരത്തിന് മാതൃകയായി. അനൂപ് രാധാകൃഷ്ണൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, മുംബൈ. വോട്ടെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിലെ ഗഡ്ചലോരിയിൽ വീണ്ടും മാവോയിസ്റ്റ് ആക്രമണം. കസൻപൂരിൽ പോലീസ് സ്റ്റേഷന് നേരെ വെടിയുതിർത്ത അക്രമികൾ പോളിംഗ് ബൂത്ത് പിടിച്ചെടുക്കുവാനും ശ്രമിച്ചു. രാജ്യത്ത് ഇന്ന് 3 ഇടങ്ങളിലായാണ് മാവോയിസ്റ്റുകൾ അക്രമം നടത്തിയത്. ഒക്ടോബർ 8-ന് 18 പോലീസുകാരെ വധിച്ച ഗഡ്ചിരോളിയിൽ ഇന്നും പോലീസ് സ്റ്റേഷനു നേരെ അക്രമമുണ്ടായി. കസാൻപൂർ പോലീസ് സ്റ്റേഷനു നേരെ മാവോയിസ്റ്റുകൾ വെടിയുതിർക്കുകയായിരുന്നു. ഇതേ തുടർന്ന് പോലീസും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഒരു ബൂത്തിലെ വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു. അർദ്ധസൈനിക വിഭാഗങ്ങളെയും കമാൻഡോകളെയും സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. ബോന്ത ഗ്രാമത്തിൽ ബൂത്ത് പിടിക്കാൻ